നമസ്കാരം. മുന്നിലിരിക്കുന്ന രോഗിയോട് നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് പറയുന്ന ഡോക്ടറിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ജഡ്ജിയെ പോലെ കാണുന്ന ചിലരുണ്ട്. അത്രയ്ക്ക് പേടിക്കണോ അർബുദത്തെ? ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ശ്വാസകോശാർബുദത്തെക്കുറിച്ചാണ്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ലക്ഷണങ്ങൾ, ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്, ജീവിതശൈലിയിൽ നമ്മൾ എന്തൊക്കെ മാറ്റം വരുത്തണം, ഇതേക്കുറിച്ചൊക്കെ ആധികാരികമായി സംസാരിക്കാനായി നമ്മോടൊപ്പം ഉള്ളത് പരുമല ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ മാത്യൂസ് ജോസ് ആണ്. ഡോക്ടർ വെൽക്കം. നമ്മളൊക്കെ സിനിമ കാണുന്നവരാണ്. അപ്പം ആഴ്ചയിൽ ഒരു സിനിമ, 2 സിനിമയൊക്കെ കാണുന്നവരുണ്ട്. പക്ഷേ സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ നമ്മളെ വരവേൽക്കുന്ന ഒരു പരസ്യമുണ്ടല്ലോ, ഈ നഗരത്തിന് ഇത് എന്ത് പറ്റി, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. കറക്റ്റായിട്ട് പറയുന്നുണ്ട് സ്മോക്കിംഗ് കിൽസ്, സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പക്ഷെ ഇതൊക്കെ എത്ര തവണ കണ്ടാലും കേട്ടാലും പിന്നെയും പുകവലിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു പ്രധാന വില്ലനാണ് ശ്വാസകോശാർബുദത്തിന് പുകവലി. എങ്ങനെയാണ് ഈ പുകവലി ശ്വാസകോശാർബുദത്തിലേക്ക് നയിക്കുന്നത്? തീർച്ചയായും നമ്മൾ എത്ര വാണിംഗ് കിട്ടിയാലും പഠിക്കില്ല എന്നുള്ളത് സത്യമാണ്. ഇത് പറഞ്ഞ പോലെ തന്നെ ലങ് ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പുകവലി തന്നെയാണ്. പലപ്പോഴും നമ്മളൊരു ഹാബിറ്റായിട്ട് ജസ്റ്റ് ഒരു ഫണ്ണിന് തുടങ്ങുന്നതാണ് ഈ സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അത് സ്മോക്കിങ്ങിൽ നമ്മൾ അടങ്ങിയിരിക്കുന്ന ഒത്തിരിയേറെ കാർസിനോജൻസ് ഉണ്ട്. നമ്മളൊരു പ്രാവശ്യം പുകയെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തുള്ള പഠനങ്ങൾ പറയുന്ന ഏകദേശം 5000-ന് മേളിൽ 5000-ന് മേളിൽ കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഏകദേശം 70-ന് മേളിൽ കാർസിനോജൻസ് ഉണ്ടെന്നുള്ളതാണ്. കാർസിനോജൻസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ കോസിങ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ സ്ഥിരമായി നമ്മൾ പുകവലിയിലൂടെ നമ്മുടെ ലങ്സിലേക്ക് എത്തുമ്പോൾ പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻ നമ്മുടെ ലങ്സിൻ്റെ ടിഷ്യൂവിൽ സംഭവിക്കുന്നു. ഈ ഇൻഫ്ലമേഷൻ തുടർന്ന് നമ്മുടെ സെല്ലുകളെ, പ്രധാനമായും DNA-യിൽ ഡാമേജസ് ഉണ്ടാക്കുന്നു. ഇത് വർഷങ്ങളെടുത്ത് കഴിയുമ്പോഴത്തേക്കും DNA-യിൽ മ്യൂട്ടേഷൻസ് സംഭവിക്കുന്നു. ഇത്തരത്തിലുള്ള മ്യൂട്ടേഷൻസാണ് ഭാവിയിൽ അത് ക്യാൻസറസ് ആയി മാറുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പലപ്പോഴും ഒരു പരസ്യത്തിൽ കാണാറുണ്ട്, പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഒരു കാരണമുണ്ടെന്ന്. എന്ന് പറഞ്ഞ പോലെ പുകവലിക്കാൻ എല്ലാവർക്കും ഓരോ കാരണമുണ്ട്. ശരിക്കും എല്ലാവരും പുകവലിക്കുന്നില്ല. ഈ പുകവലിക്കുന്നവർക്ക് എന്തായിരിക്കും ഒരു പ്രത്യേകത? എന്തുകൊണ്ടായിരിക്കും അവരത് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ പോലെ തുടക്കത്തിൽ ഒരു ഹാബിറ്റായിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ നമ്മൾ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് നിക്കോട്ടിനാണ്. ഈ നിക്കോട്ടിൻ ഭയങ്കര അഡിക്റ്റീവാണ്. അതൊരു കാർസിനോജനിക്കല്ല, പക്ഷേ അഡിക്റ്റീവാണ്. അത് നമ്മൾ ഒരു പല പ്രാവശ്യമായിട്ട് നമ്മൾ എടുക്കുന്നതിലൂടെ നമ്മുടെ നിക്കോട്ടിൻ്റെ അളവ് നമ്മൾ ബ്ലഡിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് ബ്ലഡിൽ നമ്മൾ കുറയുന്ന അവസ്ഥയിൽ നമുക്ക് ആ ക്രേവിങ് വരും, നിക്കോട്ടിൻ ക്രേവിങ്. അപ്പോൾ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വീണ്ടും നമ്മൾ ആ സ്മോക്കിംഗ് ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ആ ഒരു സൈക്കിളിൽ നമ്മൾ പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ചില ആൾക്കാർ പറയുന്നത് ഈ ബീഡി സിഗരറ്റ് വലിക്കുന്നത് മാത്രമാണ് പ്രശ്നം. അപ്പോൾ അതിനവർ ചില മോഡേൺ ബദൽ മാർഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് ഈ സിഗരറ്റ്സ് ആവാം, അതുപോലെയുള്ള മറ്റു ചില കാര്യങ്ങൾ ആകാം. ചിലയിടത്തൊക്കെ ഹോട്ടൽസിലെ ഹുക്ക കാണും. അപ്പം ഈ ഹുക്ക വലിക്കുന്നവരുടെ കൂട്ടത്തിൽ തീരെ ചെറിയ കുട്ടികളെ നമുക്ക് കാണാം, സ്ത്രീകളെയും കാണാം. അപ്പോൾ ഈ ഹുക്ക അടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുന്നത് ഇത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നില്ല, മറ്റ് സൈഡിലുള്ള അതുപോലെ, അതായത് സിഗരറ്റോ ബീഡിയോ പോലെ ഒന്നുള്ള പ്രശ്നം ഇതുണ്ടാക്കുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ അത് തുടർച്ചയായിട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നകാരിയല്ലേ? തീർച്ചയായിട്ടും അത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് നമ്മുടെ ഈ സിഗരറ്റ്സ് എന്ന് പറയുന്നത്. ഈ സിഗരറ്റ്സ് എന്ന് പറയുന്നത് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നതിനെ ഞാൻ ആദ്യം പറഞ്ഞ കാർസിനോജനുകൾ ഇതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളതാണ് അവർ ആദ്യം പറയുന്നത്. അപ്പോൾ അത് സത്യമാണോ? അത് സത്യമല്ല. അതിൻ്റെ അകത്ത് എമൗണ്ട് ഡെഫിനറ്റ്ലി കുറവാണ്, കാർസിനോജൻസിൻ്റെ എമൗണ്ട്സ് കുറവാണ്. പക്ഷേ അത് ഇവർക്ക് കൂടുതൽ അക്സെപ്റ്റബിൾ ആയിരിക്കും. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും യങ് അഡൽട്സിലാണെങ്കിലും ഇതിൻ്റെ പലർക്കും ഈ സ്മോക്കിങ്ങിലേക്ക് പോകാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ സ്മെല്ല്, പലർക്കും അതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല. പക്ഷേ ഇത് ഫ്ലേവേഡാണ്. ഫ്ലേവേഡ് ആകുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളത് മാസ്ക്ഡ് ആണ് ബേസിക്കലി. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മളത് അറിയില്ല ഇതിൻ്റെ ഇത് ഇഷ്യൂസ് എന്താണെന്നുള്ളത്. നമ്മൾ കൂടുതലായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അത്രയും എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ലോങ് ടേം എഫക്ട്സിനെ പറ്റിയുള്ള സ്റ്റഡീസ് നമുക്ക് വരുന്നേ ഉള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ സിഗരറ്റ്സ്, ഹുക്ക അങ്ങനെയുള്ള കാര്യങ്ങൾ കാർസിനോജൻസ് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത്ര അളവിലല്ലെങ്കിലും ഫ്യൂച്ചറിലേക്ക് ഡെഫിനറ്റ്ലി അതൊരു നമുക്ക് ക്യാൻസർ കോസിങ് ആയിട്ടുള്ള ബാക്കിയുള്ള അതുകൂടാതെ വേറെ COPD അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ്. സാധാരണ ഈ കൗമാര പ്രായത്തിലാണല്ലോ ഒരു കൗതുകം തോന്നുന്നത് ഇങ്ങനെയുള്ള കാര്യത്തിൽ. അപ്പം അഡോളസെൻ്റ് ഏജിലാണ് കൂടുതൽ പേര് ഇതിലേക്ക് വരുന്നത്. ഈ അഡോളസെൻസിൽ കാണുന്ന സ്മോക്കിംഗ് ഹാബിറ്റ് അതെങ്ങനെയാണ്? എന്താ പറയുക, നമ്മുടെ വീട്ടിൽ തന്നെ പലരെയും കണ്ടാണല്ലോ നമ്മൾ വളരുന്നത്. അപ്പം അങ്ങനെ പേരൻസ് ആയിട്ട് നമ്മളത് അവർ കണ്ടിട്ടാവാം, മൂവീസിൽ പലപ്പോഴും നമ്മളത് കണ്ടിട്ട് നമ്മുടെ ഹീറോ നമ്മളത് വലിക്കുന്നത് കണ്ടിട്ടാവാം. പക്ഷേ അവിടെയൊക്കെ നമ്മളൊരു ടാഗ് ലൈൻ താഴെ നമ്മൾ എഴുതിയിരിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ അതാരും ശ്രദ്ധിക്കില്ല. പക്ഷേ അത് നമ്മൾ കണ്ടിട്ടാവും. പിന്നെ ഫ്രണ്ട്സ് വഴിയുള്ള ഇതിലൊരു തമാശയ്ക്ക് നമ്മൾ തുടങ്ങുന്നതാവാം.
അപ്പോൾ അത് പിന്നെ അത് ആദ്യം വീട്ടിൽ നമ്മൾ അറിയാതെയായിരിക്കാം പലപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതും അവരും ആ നിക്കോട്ടിൻ്റെ ആ ഒരു രസം അറിഞ്ഞ് തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ പെട്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് പിന്നെ അവൈലബിലിറ്റി വളരെ ഈസിയാണ്. പണ്ടുള്ള പോലെ നമ്മളൊരു അതെ, നമ്മൾ ഇപ്പോഴത്തേന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണത്. ഈവൻ ദോ നമ്മൾ ഏജ് ലിമിറ്റ് പറയുന്നുണ്ടെങ്കിലും സ്റ്റിൽ ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി കൊടുക്കാൻ പാടില്ല എന്ന് ലോ ഉണ്ടെങ്കിലും സ്റ്റിൽ അത് പലയിടത്തു നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ അവൈലബിലിറ്റിയും പിന്നെയുള്ള പല രീതിയിലുള്ള നമ്മൾ പലയിടത്തു നിന്നും കണ്ടുപഠിക്കുന്ന കാര്യങ്ങളാവാം ഏർലി സ്റ്റേജസിൽ നമ്മളത് തുടങ്ങുന്നത്. ഇപ്പോൾ പുകവലിക്കുന്ന ആളാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് ചിലപ്പോൾ ആ കുടുംബാംഗങ്ങളോട് വളരെയധികം അടുപ്പമുള്ള ആളായിരിക്കാം. അപ്പോൾ പല ഫ്രെയിമുകളിലും പുകവലിക്കുന്നവരുടെ കൂടെ ഇപ്പോൾ ചിലപ്പോൾ കാണുമ്പോൾ നല്ല പൊക്കമുള്ള ഒരാൾ നിന്ന് പുകവലിക്കുന്നു, ഒരു ചെറിയ കുട്ടി കാലയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടിയെ കയ്യിൽ എടുത്തുകൊണ്ട് സ്മോക്ക് ചെയ്യുന്നു, ഭാര്യയും മറ്റു കുടുംബാംഗങ്ങളും ഒക്കെ ഉള്ളപ്പോൾ അവിടെ പൊതുവായി ഇരുന്ന് സ്മോക്ക് ചെയ്യുന്നു. ഇവർ വിചാരിക്കുന്നത് ഞാനല്ലേ വലിക്കുന്നത്, എനിക്കല്ലേ പ്രശ്നമുള്ളൂ എന്ന്. പക്ഷെ ആ കൂടെ നിൽക്കുന്നവർക്ക് അതേപോലെ തന്നെയുള്ള പ്രശ്നം അത് ഉണ്ടാക്കില്ല. അത് പറഞ്ഞു വരുന്ന ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷനാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ പുകവലിക്കാത്തവരിലും നമ്മളിതുപോലെ ക്യാൻസർ റേറ്റ്സ് കൂടുതലാണ്, അതുമൂലമുള്ള ഡെത്ത് റേറ്റും കൂടുതലാണ്. അപ്പോൾ ഇതിന് സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരാൾ വലിച്ചു വിടുന്ന പുക ബാക്കിയുള്ളവർ അത് ഉള്ളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ് കൃത്യമായി നിഷ്കർഷിച്ചിരിക്കുന്നത് പുറത്ത് നമ്മളൊരു പബ്ലിക് പ്ലേസിൽ പുകവലി പാടില്ല എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ റേറ്റ്സ് വളരെ കൂടുതലാണ്, ഇതിലൂടെ നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പലപ്പോഴും എൻ്റെ ഒ പി ഡിയിൽ തന്നെ ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വന്നപ്പോൾ പേഷ്യൻ്റ് അമ്മയാണ് പേഷ്യൻ്റ്, മറ്റേ അച്ഛനാണ് കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവർ ക്രോണിക് സ്മോക്കറാണ്. അപ്പോൾ അമ്മ പറയുന്ന അച്ഛന് ഭയങ്കര സ്നേഹമാണെന്നാണ് പറയുന്നത്. സ്നേഹം എന്ന് പറഞ്ഞാൽ പുക വലിക്കുന്ന സമയത്ത് പോലും എന്നെ മാറ്റിയിരുത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ കാലയളവ് മുഴുവൻ, ഇത്രയും വർഷം കാലം മുഴുവനും അവരാ സ്മോക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ അതായിരിക്കും ഒരു കാരണം നമ്മൾ ഈ പറയുന്ന പേഷ്യൻറ്റിന് ലങ് ക്യാൻസർ ഡെവലപ്പ് ചെയ്യാനുള്ളത്. അപ്പം പുക വലിക്കുന്നവർ അവരെ മാത്രമല്ല ബാക്കിയുള്ളവരെയും കൂടെ നമ്മൾ ഈ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കൃത്യമായൊരു ധാരണ അവർക്ക് കിട്ടിയിരിക്കണം. ഈ പുകവലിക്കുന്ന ചില ആൾക്കാരോട് നമ്മൾ ഈ ലങ് ക്യാൻസറിനെ കുറിച്ച്, ശ്വാസകോശാർബുദത്തെ കുറിച്ച് പറയുമ്പോൾ അവർ ചോദിക്കും, അതെന്താ വലിക്കാത്തവർക്ക് വരില്ലേ, വലിക്കാത്തവർക്ക് വരുന്ന എന്തെല്ലാം ക്യാൻസർ ഉണ്ട്, പുകവലിക്കുന്നവർക്ക് മാത്രമേ ശ്വാസകോശാർബുദം വരൂ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുകവലിക്ക് അപ്പുറമായിട്ട് അത് പ്രധാന വില്ലൻ, വേറെ അസിസ്റ്റഡ് വില്ലൻസും ഉണ്ടല്ലോ, മറ്റെന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇത് വരാം? ഓക്കെ, അത് നമ്മളൊരു സെറ്റ് ഓഫ് കാര്യങ്ങളുണ്ട്. നമ്മൾ യൂഷ്വലി സ്മോക്കിംഗ് അല്ലാതെ ഉള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അന്തരീക്ഷത്തിലുള്ള മലിനീകരണങ്ങൾ, അതുപോലെ തന്നെ ടോക്സിക് പൊല്യൂട്ടൻസ് ഉണ്ട്, എസ്പെഷ്യലി റാഡൻ ഗ്യാസ്, ആസ്ബസ്റ്റോസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കോൺസ്റ്റൻ്റ്ലി നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ആദ്യം ഞാൻ പറഞ്ഞ പ്രോസസ്സ് മാതിരി തന്നെ DNA-ക്ക് ഡാമേജസ് ഉണ്ടാക്കുന്നു. പിന്നെ ഇത് കൂടാതെ വളരെ റെയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ജെനറ്റിക് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ്. അത് വളരെ കോമൺ അല്ല, പക്ഷേ ഉണ്ട്, ജെനറ്റിക് ആയിട്ടുള്ളൊരു ഫാക്ടേഴ്സ് ഉണ്ട്. ചില ഫാമിലി ഹിസ്റ്ററി, ഫാമിലിയിൽ വളരെ ക്ലോസ്ലി ഉള്ള 1-2 പേർക്കുണ്ടെങ്കിൽ വളരെ റെയറായിട്ട് നമ്മളങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് യൂഷ്വലി നോൺ സ്മോക്കേഴ്സിൽ കാണാനുള്ള സാധ്യതയുള്ള കാരണങ്ങൾ. പല ക്യാൻസറിലും നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. പക്ഷേ ഈ ശ്വാസകോശാർബുദത്തിൻ്റെ കേസിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് അത് ചിലപ്പോൾ അതിൻ്റെ വളരെ അവസാന ഘട്ടത്തിലായിരിക്കും നമ്മളത് കണ്ടെത്തുന്നത്. അത് ചിലപ്പോൾ രോഗി ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ അവഗണിക്കുന്നത് കൊണ്ടാകാം. എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ നമുക്കിത് കണ്ടെത്താൻ സാധിക്കാത്തത്? അത് പറയുമ്പോൾ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ വിട്ടുമാറാത്ത ചുമയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. 2, കഫത്തിൽ ചിലപ്പോൾ ബ്ലഡിൻ്റെ അംശം കാണുക, ശ്വാസം മുട്ടൽ, പിന്നെ ചിലപ്പോൾ നെഞ്ചുവേദനയായിരിക്കാം നമുക്കുള്ള പ്രശ്നം. ചിലപ്പോൾ അതിൻ്റെ അഡ്വാൻസ് സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് വെയിറ്റ് കുറയുന്ന അവസ്ഥയുണ്ടാകാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നത് കോഫാണ്. അപ്പോൾ വിട്ടുമാറാത്ത ചുമ പലപ്പോഴും ഒരു സ്മോക്ക് ചെയ്യാത്തൊരു വ്യക്തിയാണ് നമുക്ക് ഈസിലി നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് ചുമ മാറിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു എക്സ്റേ എടുക്കാനും CT എടുക്കാനും നമ്മൾ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു സ്മോക്കേഴ്സ് കോഫുള്ള ഒരാൾക്ക് വർഷങ്ങളായിട്ട് ചുമയുണ്ടാവും. അപ്പോൾ അവർ വീട്ടിലുള്ളവരും പേഷ്യൻറ്റും ചിന്തിക്കുന്നത് ഇത് പണ്ടുപോലെയുള്ള ചുമയല്ലേ, ഇത് പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ലല്ലോ എന്നുള്ളതാണ്. ഇതിൻ്റെ അടുത്ത സിംറ്റം ചിലപ്പോൾ കാണുമ്പോഴാണ്, ചിലപ്പോൾ ബ്ലഡ് കാണുമ്പോഴായിരിക്കും നമ്മൾ അടുത്ത് ഇവാലുവേഷൻ നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞു തുടങ്ങുമ്പോഴായിരിക്കും നമ്മളത് ചിലപ്പം ഇവാലുവേഷന് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്കാനിൽ നോക്കും മിക്കവാറും സ്റ്റേജ് 3 സ്റ്റേജ് 4 ആയിട്ടുണ്ടാകാം. അങ്ങനെയാണ് നമ്മുടെ ഡെത്ത് റേറ്റ്സ് കൂടുന്നത്. ഈ പുക വലിക്കുന്ന ആൾക്കാർ നേരത്തെ തന്നെ ചെയ്തിരിക്കേണ്ട ഏതെങ്കിലുമൊക്കെ പരിശോധനകളുണ്ടോ?
പുകവലിക്കുന്ന ആൾക്കാർ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് പുകവലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് റെഗുലർ സ്ക്രീനിങ് പ്രോഗ്രാംസ് ഉണ്ട്. റെഗുലർ സ്ക്രീനിങ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഒരു എക്സ്റേ അല്ലെങ്കിൽ ലോ ഡോസ് ആയിട്ടുള്ള CT, അതായത് ഒരു 3 to 6 months കൂടുമ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ സ്മോക്കേഴ്സിൽ എയർലി ആയിട്ട് ലങ് ലീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള എയർലി ലങ് ലീഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എയർലി സ്റ്റേജിൽ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനും ഈ അസുഖത്തെ നമുക്കത് പ്രാരംഭഘട്ടത്തിൽ തന്നെ നമുക്കത് കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. നമ്മൾ ഈ പറയുന്ന എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു അത്രയും ചികിത്സാ സാധ്യത അല്ലെങ്കിൽ ബെറ്റർ ചികിത്സ നമുക്ക് നൽകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ സങ്കേതങ്ങളാണ് ഉപയോഗിക്കുന്നത്? ആദ്യത്തെ സ്റ്റേജിൽ ഫസ്റ്റ് നമ്മൾ പ്രോപ്പർ ഹിസ്റ്ററി നമ്മൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കണം. ആ ഹിസ്റ്ററിക്ക് ശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ളൊരു ചെസ്റ്റ് എക്സ്റേ എടുക്കുക. എക്സ്റേ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവിടെ ഒരു ലീഷനായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമ്മളൊരു CT സ്കാൻ എടുത്ത് നോക്കുക. CT സ്കാനിൽ നമുക്കത് അതിന് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. CT സ്കാനിൽ നമ്മൾ ഈ കാണുന്നത് നമ്മളൊരു ന്യൂമോണിയ ആണോ അതോ ഇതൊരു മാസ് ലീഷനാണോ, ഇതൊരു ക്യാൻസറസ് ആയിട്ടുള്ള ലീഷനാണോ എന്നുള്ളത്. അത്തരത്തിൽ ക്യാൻസറസ് ലീഷനാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മളൊരു ബയോപ്സി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബയോപ്സി എടുത്തതിന് ശേഷം ഇത് ക്യാൻസറസ് ആണോ എന്നുള്ളത് നമ്മൾ അറിയാം. ക്യാൻസറസ് ആണെങ്കിൽ അത് ഏത് ടൈപ്പ് ആണെന്നുള്ളത് നമ്മൾ അറിയണം. നമ്മൾ പണ്ടത്തെ പോലെ ഒരു എല്ലാത്തിനും ഒരേ ട്രീറ്റ്മെൻ്റ് അല്ല. അപ്പോൾ അത് ഏത് വേരിയൻ്റ് ആണെന്നുള്ളത് നമ്മൾ അറിഞ്ഞതിന് ശേഷം നമ്മളതൊരു നോഡിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നോഡ് വഴിയാണ് വേറെയുള്ള ഓർഗൻസിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും ചിലപ്പോൾ നൂതനമായിട്ടുള്ള പെറ്റ് സ്കാൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. അതായത് ഇത് ലിവറിലേക്കും ബോണിലേക്കും ബ്രെയിനിലേക്കും ഒക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു സ്റ്റേജ് 3ക്ക് മേളിലാണ് നമ്മൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്തരത്തിൽ സ്റ്റേജിങ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ടൈപ്പ് ഏതാണെന്നുള്ളത് അറിഞ്ഞതിന് ശേഷമായിരിക്കും ചികിത്സ നമ്മൾ നിർണ്ണയിക്കുന്നത്. പലരും തെറ്റിദ്ധരിക്കുന്നത് ഇത് ലങ്സിൽ മാത്രം ഒതുങ്ങുന്നു, അപ്പോൾ ചിലപ്പോൾ ഒരു ലങ്സ് റിമൂവ് ചെയ്യുന്നത് കൊണ്ടൊക്കെ രക്ഷപ്പെടാം എന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ലേറ്റർ സ്റ്റേജിൽ ഡോക്ടർ പറഞ്ഞതുപോലെ എത്രത്തോളം അപകടകാരിയാണ്? ഇത് നമ്മൾ ലങ്സ് സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ ലങ്ങിൽ തന്നെ 2 ലങ്ങിലേക്ക് നമ്മൾ ഇൻവോൾവ് ആയാലും സ്റ്റേജ് 4 നമ്മൾ പറയും. പക്ഷേ ചിലപ്പോൾ ഫ്ലൂയിഡിലേക്ക് ഇൻവോൾവ്മെൻ്റ് ആണെങ്കിലും സ്റ്റേജ് 4 എന്ന് പറയും. പക്ഷേ അത് വിട്ട് ഇത് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ബോണിലേക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിലും സ്റ്റേജ് 4 എന്ന് പറയും. പക്ഷേ അത് കുറച്ചുകൂടെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഓൾറെഡി ബ്രെയിനിലേക്കോ ലിവറിലേക്കോ ഈ 2 ഓർഗൻസിലേക്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനും സ്റ്റേജ് 4 എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അവരുടെ സർവൈവൽ റേറ്റ് ഗണ്യമായിട്ട് കുറയും. ഇപ്പോൾ ബോണിലേക്ക് മാത്രമുള്ളൊരു വ്യക്തിയാണ് അതിന് സ്റ്റേജ് 4 എന്നാണ് പറയുന്നത്. പക്ഷേ സ്റ്റിൽ അവരുടെ സർവൈവൽ റേറ്റ് ചിലപ്പോൾ കൂടുതലായിരിക്കും. നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. പക്ഷേ ഈ പറയുന്ന ലിവറിലേക്കോ ബ്രെയിനിലേക്കോ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും കുറച്ചുകൂടെ അവരുടെ സർവൈവൽ, എസ്പെഷ്യലി ബ്രെയിനിലേക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സർവൈവൽ റേറ്റ് താഴത്തേക്ക് വരും. അത് ആദ്യ ഘട്ടത്തിൽ കണ്ടെത്തുന്നു, രണ്ടാമത്തെ ഘട്ടത്തിൽ, ഓരോ ഘട്ടത്തിൽ നൽകുന്ന ചികിത്സ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ സ്റ്റേജ് 1 ആണെങ്കിൽ അത് വളരെ റെയറായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. ആക്സിഡൻ്റൽ ഡിറ്റക്ഷൻ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസ്. കാരണം സ്ക്രീനിങ് പ്രോഗ്രാംസ് നമ്മൾ എത്ര പറഞ്ഞാലും പലപ്പോഴും വളരെ കുറവായിട്ട് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഏർലി സ്റ്റേജ് 1 ആണെങ്കിൽ നമുക്ക് സർജറി ചെയ്ത് നമുക്കത് മാറ്റാനായിട്ട് പറ്റും. സ്റ്റേജ് 2 ഓൺവേർഡ്സ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ റേഡിയേഷൻ പോലുള്ള ട്രീറ്റ്മെൻറ്റും ചിലപ്പോൾ നമ്മളതൊരു കീമോതെറാപ്പി ലോ ഡോസിൽ ചിലപ്പോൾ എടുക്കേണ്ടി വരാം. ഈവൻ സ്റ്റേജ് 2ലും നമ്മൾ ചില കേസിൽ നമുക്ക് സർജറിയുടെ കാര്യങ്ങൾ, സ്റ്റേജ് 3ലും നോഡുകളൊക്കെ നോക്കിയതിന് ശേഷമായിരിക്കാം നമ്മൾ സർജറി ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. ഇനി സ്റ്റേജ് 3 പലപ്പോഴും സർജറി ചെയ്യാൻ പറ്റാത്ത ഘട്ടത്തിലാണെങ്കിൽ കീമോയും റേഡിയേഷനും ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുക. സ്റ്റേജ് 4ലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഈ വ്യക്തി ഒരു പുകവലിക്കുന്ന വ്യക്തിയാണോ അതോ പുകവലിക്കാത്ത വ്യക്തിയാണോ എന്നുള്ളത് നോക്കും. വലിക്കാത്ത വ്യക്തിയിലാണ് നമ്മളിത് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ചില മ്യൂട്ടേഷൻ ടെസ്റ്റുകൾ നമ്മൾ അനലൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവരിൽ മിക്കവാറും ഏതെങ്കിലും ഒരു മ്യൂട്ടേഷൻ പോസിറ്റീവായിട്ടുണ്ടാവും. അതിന് മിക്കവാറും അതിന് പറ്റുന്ന ഡ്രഗുകളും ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ സ്റ്റേജ് 4ലുള്ളൊരു കേസ് നമ്മളിപ്പോൾ ബോണിലേക്ക് ഇൻവോൾവ്മെൻ്റ് ഉള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ സ്റ്റിൽ ആ ഒരു മ്യൂട്ടേഷൻ നമ്മൾ കൃത്യത്തിന് നമ്മൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ EGFR എന്നൊക്കെ പറയുന്ന മ്യൂട്ടേഷൻസ് ഉണ്ട്. അത് കോമൺ ആയിട്ടുള്ള മ്യൂട്ടേഷനാണ്. അതിന് എതിരെയുള്ള നമുക്ക് ഗുളികകളുണ്ട്, ടാബ്ലറ്റ് ഫോംസിലുണ്ട്. അപ്പോൾ നമ്മളൊരു BPയുടെയും ഷുഗറിൻ്റെയും ഒക്കെ മരുന്ന് എടുക്കുന്ന മാതിരി തന്നെ ആ ടാബ്ലറ്റുകളായിട്ട് നമ്മൾ എടുത്ത് അസുഖത്തെ നമുക്ക് ഗണ്യമായിട്ടത് കുറയ്ക്കാൻ പറ്റും. ഈ പറയുന്ന ലീഷൻസൊക്കെ ചിലപ്പോൾ കൺട്രോളിലേക്ക് വരാൻ പറ്റും. സ്റ്റിൽ ക്യൂറബിൾ അല്ല. ആ ലീഷൻസിൻ്റെ സൈസ് ചിലപ്പോൾ ഒരു 5 സെൻറ്റിമീറ്ററുള്ള ലീഷനാണെങ്കിൽ ഗുളിക എടുത്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു 2 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്ററിലേക്ക് കുറയും. പക്ഷേ ട്യൂമർ കംപ്ലീറ്റ്ലി ക്യൂർ റേറ്റിലേക്ക് പോവില്ല. അസുഖത്തെ നമുക്ക് നിയന്ത്രിച്ച് ചിലപ്പോൾ വർഷങ്ങളോളം നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. പിന്നെ നമുക്കുള്ളൊരു മിഥ്യാധാരണയാണ് സ്ത്രീകൾക്ക് ലങ് ക്യാൻസർ വരില്ല. എനിക്ക് പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾ അങ്ങനെ പുകവലിക്കില്ല, അതുകൊണ്ട് സ്ത്രീകൾക്ക് വരില്ല അതായിരിക്കാം. സ്ത്രീകൾക്ക് ലങ് ക്യാൻസർ വരില്ലേ? തീർച്ചയായിട്ടും. നമ്മൾ OPയിലും നല്ലൊരു ശതമാനം ആൾക്കാർ നമുക്ക് വരുന്നവരിലും നമുക്ക് ലങ് ക്യാൻസർ സ്ത്രീകളിലും ഉണ്ട്.
അപ്പോൾ അത് ഒന്ന് ഈ പറഞ്ഞ മാതിരിയുള്ള നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ ഹാബിറ്റും നമ്മുടെ സോഷ്യൽ സ്റ്റേറ്റസ് എല്ലാം മാറിക്കഴിഞ്ഞു. അപ്പം ഫീമെയിൽസ് നമ്മൾ ഓൾമോസ്റ്റ് പലയിടത്തും നമ്മൾ സ്മോക്കിംഗ് ഹാബിറ്റ്സ് അവരിലും ഉണ്ട്. സ്ട്രെസ് ആയിരിക്കാം, പല കാരണങ്ങളായിരിക്കാം, അതൊരു കാരണമുണ്ട്. ഇനി സ്മോക്കേഴ്സ് അല്ലാത്ത സ്ത്രീകളിലും നമ്മൾ ഈ പറയുന്ന ജനിതകമായ ചില ചേഞ്ചസ്, ഈ മ്യൂട്ടേഷൻസ് ഓൺ ആവുമ്പം നമുക്ക് ഈ പറയുന്ന രീതിയിൽ ക്യാൻസർ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ പല ക്യാൻസർ പേഷ്യൻസ് പറയാറുണ്ട്. ഒന്ന്, ഈ ക്യാൻസർ ചികിത്സ എന്ന് പറയുന്നത് വളരെ ചിലവേറിയതാണ്, അതിൻ്റെ മരുന്നുകൾക്ക് വലിയ ചിലവുണ്ട്. രണ്ട്, ഈ പറയുന്നത് പോലെ മരുന്നുകൾ അല്ലെങ്കിൽ കീമോതെറാപ്പി പോലെയുള്ള അതിൻ്റെയൊക്കെ സൈഡ് ഇഫക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചികിത്സ എന്ന് പറയുന്നത് തന്നെ പലപ്പോഴും വേദനാജനകമാകുന്ന ഒരു ഘട്ടമുണ്ട്. ചികിത്സ നമുക്ക് വേദനാജനകം എന്ന് പറയുമ്പോൾ നമ്മൾ പേഷ്യൻ്റ് അങ്ങനെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല, പക്ഷേ ഫൈനാൻഷ്യൽ ടോക്സിറ്റി അതൊരു ഇഷ്യൂ ആണത്. അതിൽ തന്നെ പ്രധാനമായിട്ട് നമ്മൾ ഇപ്പോൾ ഈ പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന കേസുകളിലെല്ലാം സ്റ്റേജ് 3 or സ്റ്റേജ് 4 ആണ്. ഈ ഏർലി ഫേസിലുള്ള ട്രീറ്റ്മെൻറ്റ് ഉള്ളെന്ന് നമുക്ക് കൊടുക്കാൻ പലപ്പോഴും നമുക്ക് പറ്റില്ല, കാരണം ഏർലി സ്റ്റേജ് അല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നമ്മൾ പലപ്പോഴും കീമോതെറാപ്പികൾ കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ ഇമ്മ്യൂണോതെറാപ്പികൾ നമ്മൾ അഡ്വൈസ് ചെയ്യുമ്പോഴും അതിൻ്റെ ചിലവ് അതിൻ്റെ അകത്തൊരു പ്രശ്നം തന്നെയാണത്. പലപ്പോഴും നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരെ കൊണ്ട് ഒരു 6 മാസമെങ്കിലും ചികിത്സ എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇമ്മ്യൂണോതെറാപ്പിയിലേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ. ചിലരെന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു സൈക്കിൾ നമ്മളത് എങ്ങനെയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യും, പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ കൊണ്ട് എടുക്കാൻ സാധിക്കില്ല. കാരണം അങ്ങനെയുള്ളവരിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഫൈനാൻഷ്യൽ നമുക്ക് അതുകൊണ്ട് ടോക്സിറ്റി കൂടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ടുള്ള പ്രയോജനം കിട്ടില്ല ഒരു സൈക്കിൾ നമ്മൾ എടുക്കുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ ക്ലിയർ കട്ടായിട്ട് പറയും, നമ്മൾ ഇത് തമ്മിലുള്ള ബെനിഫിറ്റ് ഇത്രയാണ്, നിങ്ങളിത് എടുത്ത് കഴിയുമ്പോൾ ഇത്രയും ബെനിഫിറ്റ് നമുക്കുണ്ടാവും, പക്ഷേ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ടോക്സിറ്റീസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് ഇങ്ങനെ നോക്കിയിട്ടേ ഇത് ചെയ്യാവുള്ളൂ എന്നുള്ള കൃത്യമായിട്ട് നമ്മൾ പറയും. അത് മുന്നോട്ട് നമ്മൾ എടുക്കാൻ പറ്റാത്തവരിൽ നമ്മൾ ഈ പറയുന്ന കീമോതെറാപ്പികൾ കൊണ്ട് തന്നെ നമ്മൾ അസുഖത്തെ നമ്മൾ നിയന്ത്രിക്കാനായിട്ട് നോക്കുന്നു. പിന്നെയുള്ള ടാർഗറ്റഡ് തെറാപ്പികളാണ്. ടാർഗറ്റഡ് തെറാപ്പികളിൽ നമ്മളിപ്പം കഴിഞ്ഞ ബഡ്ജറ്റിൽ നമുക്കിപ്പം അതിൻ്റെ അകത്ത് നമ്മളൊരു 10% നമ്മൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു, പക്ഷേ സ്റ്റിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ വീണ്ടും കുറയാനായിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ ആൾക്കാരിലേക്ക് അക്സസിബിൾ ആവുക എന്നുള്ളതാണ്. അപ്പോൾ അത് വരും ഫ്യൂച്ചറിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ റേറ്റ്സ് കുറയാനുള്ള സാധ്യതയുണ്ട്. അത് കൂടുതൽ ആൾക്കാരിലേക്ക് നമുക്ക് പ്രയോജനപ്പെടട്ടെ. ചില അസുഖങ്ങൾ വരും, ഇപ്പോൾ ഒരു പനി അല്ലെങ്കിൽ ഒരു വയറിളക്കം അല്ലെങ്കിൽ ഒരു സൈനസൈറ്റിസ് ഒക്കെ വരുമ്പോൾ ഒരു ഷോർട്ട് ടേമിലേക്ക് നമ്മൾ അതിൻ്റെ മരുന്ന് കഴിച്ചാൽ മതി. ഇപ്പോൾ ക്യാൻസർ ചികിത്സയ്ക്ക് ദീർഘകാലത്തേക്ക് മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ചിലർ പറയും എനിക്ക് മരണം വരെയും ഈ ഗുളിക കഴിക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ നമുക്ക് ഹ്രസ്വകാലം, ദീർഘകാലം അങ്ങനെയുള്ള അത് ഘട്ടം അനുസരിച്ചിട്ടാണോ തീരുമാനം? അത് നമ്മളിപ്പം കോമൺലി കാണുന്ന ഏതാ, ബ്രസ്റ്റ് ക്യാൻസർ ആയിരിക്കും. ബ്രസ്റ്റ് ക്യാൻസറിലാണെങ്കിൽ നമ്മളൊരു ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ ചിലരിൽ 5 years, ചിലരിൽ 10 years അത് ടാബ്ലറ്റുകൾ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ലങ് ക്യാൻസറിലാണെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റേജ് 3 കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 6 മാസത്തെ ചികിത്സ കഴിഞ്ഞാൽ പിന്നെ തുടർന്ന് നമുക്ക് ചികിത്സയുടെ ആവശ്യമില്ല, അവർക്ക് ഫോളോ അപ്പ് ആണ് വേണ്ടത്. ഈ പറയുന്ന കേസുകൾ സ്റ്റേജ് 4 ആണ്. സ്റ്റേജ് 4 കേസുകൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ നമ്മൾ മരുന്നുകളെടുത്ത് അസുഖത്തെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാലും നമുക്ക് ആ അസുഖം അവിടെ, ആ പ്രോസസ്സ് അവിടെ തന്നെയുണ്ട്, ആ ട്യൂമർ ക്ലോൺസ് അവിടെ തന്നെയുണ്ട്. അപ്പോൾ അത് നമ്മളത് കോൺസ്റ്റൻ്റ്ലി അതിനെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, മെഡിസിൻസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അവർ മുന്നോട്ട് നമ്മൾ എടുക്കുന്നവരെ ജീവിതകാലം മുഴുവൻ എടുക്കേണ്ടി വരും. അപ്പോൾ അത് എല്ലാ സെറ്റിനും ഉള്ളതല്ല. ആ സ്റ്റേജ് 4 കേസുകൾക്ക് നമുക്കത് കോൺസ്റ്റൻ്റ്ലി നമ്മളത് എടുത്താലേ അസുഖത്തെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ ഒരു കാലമാണല്ലോ, ഒരുപാട് വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ വിവരങ്ങളും വളരെ തെറ്റായ വിവരങ്ങളും ഒരുപാട് സ്പ്രെഡ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സ് ചിലപ്പോൾ പറയും ഇന്ന ഭക്ഷണം കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാകും, ഇന്ന ഭക്ഷണം കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ക്യാൻസറിന് ശേഷം കഴിക്കേണ്ട ഭക്ഷണ രീതികൾ. അത്തരത്തിൽ നമ്മുടെ ഭക്ഷണ ക്രമീകരണം എന്തെങ്കിലും ക്യാൻസർ പേഷ്യൻസ് അല്ലെങ്കിൽ ക്യാൻസർ വരാതിരിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇത് തീർച്ചയായിട്ടും വാട്സാപ്പിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ഈ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ഫുഡിൽ നമ്മൾ ഈസി ആയിട്ട് നമ്മളെ കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റും ഈ വാട്സാപ്പിലുള്ള ഇതിൽ. അപ്പോൾ അതിലായിട്ട് വന്നു കഴിയുമ്പോൾ പലരും ഒപ്പിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയും ഡോക്ടറെ ഞാൻ പഞ്ചസാര ഒഴിവാക്കിയിട്ടുണ്ട്, ഡോക്ടറെ ഞാൻ പാൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ പണ്ട് പോലെ കുടിക്കുന്നതല്ലേ, അതിൻ്റെ എല്ലാം മിതമായ ഉപയോഗം നമുക്ക് കുഴപ്പമില്ല. പക്ഷേ അതിനൊന്നും ഒരു സയൻറ്റിഫിക് സ്റ്റഡിയോ ഒരു ബാക്കപ്പോ നമുക്കിതില്ല, ഇന്നത് കൊണ്ട് നമുക്ക് വരുന്നു എന്നുള്ളത്. നമ്മളെല്ലാം മിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പറയാനുള്ളത്. പിന്നെ നല്ലൊരു ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ഫുഡ് അഡൾട്രേഷൻ എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. നമുക്ക് കിട്ടുന്ന ഫുഡ് കറക്റ്റായിട്ടുള്ള ഇതാണോ എന്നുള്ളത് നോക്കുക. ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് നമുക്ക് തന്നെ അത് നമുക്കുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ കൾട്ടിവേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മളുള്ള കീടനാശിനികളുടെ ഉപയോഗങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിലൊരു അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പ്രോട്ടീൻ വേണം, കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് വേണം,
അതുപോലെ നന്നായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും വേണം. അപ്പോൾ ഒരു നല്ലൊരു ഫുഡ് പ്ലേറ്റ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ, അപ്പോൾ ഇത് നമ്മൾ ആ ഹാബിറ്റേ നമ്മുടെ മാറി, ഫുഡ് ഹാബിറ്റ്സ്, ജങ്ക് ഫുഡ്സ് കഴിയുന്നതും അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. അത് വളരെ കറക്റ്റ്. പിന്നെ മൾട്ടിപ്പിളായിട്ട് ഹീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ബാർബിക്യൂസ് അതൊക്കെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഹീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി കാർസിനോജനിക് ആണ്. കൂടാതെ നമ്മൾ ഈ പറയുന്ന ഈ ഫുഡ് റെഡ് മീറ്റ് ആണെങ്കിലും നമ്മൾ വല്ലപ്പോഴും എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. നമ്മൾ സ്ഥിരമായിട്ടുള്ള ഉപയോഗമാണ് നമ്മൾ കോളോൺ ക്യാൻസറിനൊരു ഒരു അസോസിയേഷൻ പറയുന്നുണ്ട്. അപ്പം നമുക്ക് പലപ്പോഴും കേരളത്തിലുള്ളൊരു പ്രശ്നം, പലപ്പോഴും റെഡ് മീറ്റ് സ്ഥിരമായിട്ട് എന്നും ഫുഡിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നവരുണ്ട്. അത് നമ്മളൊന്ന് കുറച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. വ്യായാമം തീർച്ചയായിട്ടും അതിങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പോകേണ്ടതാണ്. പുകവലി അല്ലാതെ നോൺ കാർസിനോജനിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിൽ ഉണ്ടാവാം, ആസ്ബസ്റ്റോസ് ആണെങ്കിലും. അപ്പോൾ ചിലരുടെ ജോലി തന്നെ അത്തരത്തിലുള്ള എക്സ്പോഷറുള്ള മേഖലകളിലായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ജോലിയൊക്കെ ചെയ്യുന്നവർ അവർക്ക് എങ്ങനെയാണ് അതിൽ നിന്നൊന്ന് ശ്രദ്ധിക്കാൻ പറ്റും? തീർച്ചയായിട്ടും ഈ ആസ്ബസ്റ്റോസിൻ്റെ ഉപയോഗം നമ്മളിപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലും നമ്മൾ നോർത്തിലൊക്കെ പണ്ട് മറ്റേ അവിടെ നിന്ന് ജോലി കഴിഞ്ഞിട്ട് വന്നേക്കുന്നവരിലാണ് നമ്മൾ ഈ മീസോത്തീലിയോമ എന്ന് പറയുന്ന ലങ് ക്യാൻസർ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ കഴിയുന്നതും മാസ്ക് നമ്മൾ ഉപയോഗിക്കുക. മാസ്ക് ഉപയോഗിച്ച് അതിൻ്റെ ഇൻഹലേഷൻ അതിൻ്റെ ഗണ്യമായിട്ട് അത് കുറയ്ക്കുക. കാരണം നമ്മൾ അവിടെ ആ വർക്ക് പാർട്ടിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ അതിൻ്റെ അതുമായിട്ടുള്ള കോണ്ടാക്റ്റ് നമ്മൾ കഴിയുന്നതും നമ്മളത്, കാരണം ഇതെല്ലാം ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ അല്ല, വർഷങ്ങളായിട്ടുള്ള ക്രോണിക് ഇൻഹലേഷൻ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ വർക്ക് ഇതിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്നതും നമുക്കത് മാസ്ക് ഉപയോഗിച്ച് ഒരു N95 പോലുള്ള മാസ്കുകൾ നമ്മൾ ഉപയോഗിച്ച് നമ്മളത് നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നീട് ഇതിൻ്റെ ഉപയോഗം തന്നെ നമ്മൾ ഗണ്യമായിട്ട് നമ്മൾ കുറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ അത് ഏതാണോ നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ഇതിൽ നിന്ന് വർക്ക് പാർട്ടിയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ മാറി നിൽക്കുന്നതും കൂടെയാണ്. നമ്മുടെ സമൂഹത്തിൽ നല്ല സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ മുന്നോക്കം നിൽക്കുന്നവരെന്ന്, അങ്ങനെ ഈ പറഞ്ഞ പോലെ സാമ്പത്തിക മുന്നോക്കാവസ്ഥയുണ്ട്, പക്ഷെ സാമൂഹികമായ എല്ലാവരെയും നമ്മൾ തുല്യരായിട്ട് കരുതണമെന്ന് പറയുമ്പോഴും ഈ സാമ്പത്തികം നൽകുന്ന ഒരു പ്രിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചില ആൾക്കാർ ക്യാൻസർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വിദേശ രാജ്യങ്ങളിലേക്ക് ചികിത്സയ്ക്ക് പോകും. അതിപ്പോൾ മയോ ക്ലിനിക് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റവർക്ക് താല്പര്യമുള്ള ചിലയിടങ്ങളിലേക്ക് പോകുന്നത് കാണാം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്ന ചികിത്സയും പുറത്ത് ലഭിക്കുന്ന ചികിത്സയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല എന്ന് പറയാൻ കാരണം നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്ന ഗൈഡ് ലൈൻസ് ഒന്ന് തന്നെയാണ്. അത് നമ്മൾ NCCN ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ യൂറോപ്യൻ ഗൈഡ് ലൈൻസുമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതേ ഗൈഡ് ലൈൻസ് തന്നെയാണ് നമ്മൾ MD ആൻഡേഴ്സണിലും മേയോ ക്ലിനിക്കിലും ഒക്കെ തന്നെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ ഗൈഡ് ലൈൻസ് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് നമ്മളും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് അവിടെ ഈ നാഷണൽ ഗൈഡ് ലൈൻസ് നമ്മൾ മാറുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള ചികിത്സ തന്നെയാണ് നമ്മളിവിടെയും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലരുണ്ട് നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് ആകസ്മികമായിട്ട് ഇവിടെ വന്നതിന് ശേഷം ഡിറ്റക്റ്റ് ചെയ്യും, ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും തുടർന്ന് ചിലപ്പോൾ തിരിച്ചു പോകേണ്ടതും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഗൈഡ് ലൈൻ അനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ആ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ അതേ ട്രീറ്റ്മെൻറ്റ് അതിൻ്റേതായ വ്യത്യാസമില്ല. പിന്നെ ക്ലിനിക്കൽ ട്രയൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കുറച്ച് വ്യത്യാസം വന്നേക്കാം. അത് നമ്മൾ ഇവിടെയും പയ്യെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നിട്ടുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും എതിർപ്പുകളും പലപ്പോഴും കൂടുതലാണ്, പക്ഷേ സ്റ്റിൽ നമ്മൾ ക്ലിനിക്കൽ ട്രയൽസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്ലിനിക്കൽ ട്രയൽസ് ഇവിടെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ട് ചിലപ്പോൾ ഉണ്ടായേക്കാം അവിടെ. പക്ഷേ അതർവൈസ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ലൈൻസ് എല്ലാം തന്നെ സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ഇനി ഫ്യൂച്ചർ ക്യാൻസർ ചികിത്സയുടെ ഒരു ഭാവി എങ്ങനെയായിരിക്കും? ഏതൊക്കെ തരത്തിലുള്ള നൂതനമായ ചികിത്സാ രീതികൾ അടുത്ത കാലത്ത് തന്നെ വരാനൊരു സാധ്യതയുണ്ട്? നൂതനമായ ചികിത്സകളെന്ന് പറയുമ്പോൾ നമ്മളിപ്പം ലങ് ക്യാൻസറിനായാലും ബ്രസ്റ്റ് ക്യാൻസറിനായാലും ഇതിൻ്റെ സോൾ എന്ന് പറയുന്നത് നമ്മൾ സ്ക്രീനിങ്ങിൽ നമ്മൾ കൂടുതൽ നമ്മൾ വരണം. പലപ്പോഴും നമുക്കൊരു എതിർപ്പുണ്ട് നമ്മൾ പലർക്കും, ഞാൻ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയി നേരത്തെ, എനിക്ക് പ്രശ്നമില്ലല്ലോ, ആ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് നമ്മൾ വരുത്തണം. സ്ക്രീനിങ്ങുകൾ നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവരണം. സ്ക്രീനിങ്ങുകളുടെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയഗ്നോസ്റ്റിക്കും സ്ക്രീനിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു തടിപ്പ് കണ്ടിട്ട് നമ്മൾ പോയി ചെയ്യുന്നതും സ്ക്രീനിങ് എന്ന് പറയുന്നത് നമുക്ക് പ്രശ്നങ്ങളില്ലാതെ നമ്മൾ പോയി ചെയ്ത് അത് അതിൻ്റെ ഏർലി ഫേസിൽ കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം അത് ഏർലി ഫേസിൽ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഗണ്യമായിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ സ്ക്രീനിങ് നമുക്കൊന്ന് തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം. ഇനി സ്റ്റേജ് 4 ആയി കഴിഞ്ഞാൽ തന്നെ കൂടുതലായിട്ടുള്ള നൂതനമായിട്ടുള്ള NGS ബേസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിച്ച് നമ്മളത് ഏത് തരം മ്യൂട്ടേഷൻസ് ആണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് സ്റ്റേജ് 4-ലാണെങ്കിലും ആ മ്യൂട്ടേഷൻസിനെ നമ്മൾ കണ്ടെത്തി അതിന് പറ്റുന്ന ഡ്രഗുകൾ ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. അത്തരത്തിലുള്ള ഡ്രഗുകൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും സ്റ്റേജ് 4-ലാണെങ്കിൽ പോലും നമുക്ക് അസുഖത്തെ വർഷങ്ങളോളം ചിലപ്പോൾ നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു.
ഇപ്പോൾ ഡോക്ടർ വളരെ ലളിതമായിട്ട് ഈ ശ്വാസകോശാർബുദത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട സമഗ്രമായ എല്ലാ കാര്യങ്ങളും വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞു തന്നു. വളരെ നന്ദി. താങ്ക് യു.